ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് എങ്ങനെ രുചികരമായി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 കിലോ ബോൺലെസ് ബീഫ് എടുക്കണം. അതേപോലെ തന്നെ 10 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തൊലി പൊളിച്ച് വെക്കണം. അതേപോലെ തന്നെ ഒരു 10 സബോള കുനുകുന അരിഞ്ഞിട്ട് വെക്കണം. അതേപോലെ തന്നെ ഇഞ്ചി ഒരു 4 പീസ് അതും കുനുകുന അരിഞ്ഞിട്ട് വെക്കണം. പിന്നെ പച്ചമുളക് ഒരു 4 കുനുകുന അരിഞ്ഞിട്ട് വയ്ക്കുക. അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇതേപോലെ ബോൾ പിടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ വളരെ നേരിയ അരിഞ്ഞ സബോള ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചിട്ട് ഈ മിഞ്ച് ചെയ്ത് വെച്ച ഇറച്ചി ഉണ്ടല്ലോ, നമ്മൾ വേവിച്ചിട്ട് 4 വിസിൽ ചേർത്തിട്ട് വേവിക്കണം. ഇറച്ചി സെപ്പറേറ്റ് ആയിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ഇറച്ചി അത് മിഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. പിന്നെ പൊട്ടറ്റോ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ട പിടിച്ച് വയ്ക്കുക. ഉണ്ട പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ട പിടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നൂലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിൻ്റെ ചില്ലുണ്ടല്ലോ, അത് ചില്ലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ഈ ബോൾ വെച്ചിട്ട് ഒരു ചപ്പാത്തി പലകയിൽ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മേൽഭാഗം ഒരു 5 ടേൺ ക്ലോക്ക് വൈസിൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടും. നമ്മൾ കൈ കൊണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അടിയിൽ ഒരു ബോൾ പോലെ വെച്ചിട്ട് ഒരു 5 ഇത് കറക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു 50 കട്ട്ലേറ്റോളം ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ പരത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കട്ട്ലേറ്റ് ഒരു 4 മുട്ട പൊട്ടിച്ചിട്ട് അതിൽ അടിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ റസ്ക് പൊടി വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലേറ്റ് ആദ്യം നമ്മൾ മുട്ടയിൽ ഫുള്ളായിട്ട് മുക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നല്ല എണ്ണ ചൂടായി വരുമ്പോൾ നന്നായി ഇട്ടിട്ട് 2 ഭാഗം വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് കട്ട്ലേറ്റ് കിട്ടും. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കട്ട്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്ര നല്ല കട്ട്ലേറ്റ് ഒന്നും കിട്ടില്ല. ഏകദേശം ഒരു നാട്ടിൽ നിന്നൊക്കെ ഒരു ബീഫ് കട്ട്ലേറ്റിനൊക്കെ 25 രൂപയുടെ മേലെ വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ രുചികരമായ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് നല്ല സോസിൻ്റെ കൂടെ നല്ല രസകരമായിട്ട് തിന്നാം. അപ്പോൾ നമുക്ക് ഇത്രയും രുചികരമായ കട്ട്ലേറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ ചെറിയ കട്ട്ലേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇത്രയും നല്ല ഭംഗിയുള്ള കട്ട്ലേറ്റും അതേപോലെ തന്നെ രുചികരമായ കട്ട്ലേറ്റും അതേപോലെ തന്നെ നല്ല ഷേപ്പുള്ള കട്ട്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു.